നിങ്ങൾ എന്താ അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലോ അപ്പുറത്ത് പറയുന്നുണ്ട്. എന്താ അപ്പുറത്ത് പറയുന്നത് പറ, ഞാൻ അതിന് മറുപടി അറിയാം. പറ, ഒന്ന് പറ. അപ്പുറത്ത് പറയുന്നു പറഞ്ഞല്ലോ. നിങ്ങൾ 42 കൊല്ലമായിട്ട് ഞങ്ങൾ ബന്ധുക്കൾ പറഞ്ഞു. ഞാൻ നിഷേധിച്ചു. ഒരു കൊല്ലവും ഒരു മാസവും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല, അവരുമായിട്ട് ഐക്യപ്പെട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അവരങ്ങനെ പറയും, ഇവരിക്കുന്നവരെന്ന് പറയുന്നത് എന്തിനാ? നിങ്ങളെ ന്യായീകരണത്തിന് വേണ്ടി, വർഗീയ ധ്രുവീകരണത്തിന് ന്യായീകരണത്തിന് വേണ്ടി ഓരോന്ന് UDF-മായി ബന്ധപ്പെട്ട് അവന്റെ നാക്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത്ര കണ്ടാൽ മതി അത് കേട്ടോ. സർക്കാരും വേണ്ടിയിട്ടുണ്ട്, ഞാനും വേണ്ടിയിട്ടുണ്ട്. പിന്നെ പോരെ, വെള്ളാപ്പള്ളി ആയാലും പറയാന്ന് നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതിനെ പറഞ്ഞത് കേരള യാത്ര ഏത് യാത്രയായാലും പറയാം. ഞാൻ പറഞ്ഞത് വർഗീയമായ നിലപാട് ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല ഞങ്ങളാരും. ഈ ഇന്ത്യയിൽ മതവർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന നമ്പർ 1 പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM. ആ കാര്യത്തിൽ ഇവിടെ നിങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കി BJPയും ഞങ്ങളും തമ്മിലാണ് ഡീല് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് SIR എന്ന് പറയുന്ന സംവിധാനം തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് എന്ന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ലീഗും എല്ലാം പോയി നാട് മുഴുവൻ പറഞ്ഞതാണ്. അത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങളെല്ലാം വിചാരിച്ചു അങ്ങനെ. അപ്പോൾ ചോദിച്ചു പോലും ചെറിയ ആൾ, അപ്പോൾ നിങ്ങൾക്ക് പെൻഷനെല്ലാം തരുന്നുണ്ടോ? പെൻഷനൊക്കെ തരുന്നുണ്ട്, അത് നിങ്ങൾ കാണിക്കണ്ട. പെൻഷൻ നിങ്ങൾക്ക് തന്നിട്ട് തന്നെയാണ് നിങ്ങളെ കൊണ്ടാക്കുക അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും. ഇതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതാ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ നട്ടാ പൊടിക്കാതെ കള്ളത്തരം പ്രചാരവേല നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോ ഞാൻ എത്ര പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും? ചിലപ്പോ തോളെ കൈയിടും ആളില്ല, നമുക്ക് പരിചയമില്ലാത്തവർ. നാളെ അയാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഞാനും അയാളോട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്ന പടം വരും. എന്നിട്ട് തോളെ കൈയിട്ടിരിക്കണോ ഭയങ്കര ബന്ധമുണ്ടെന്ന് പറയും. തോളെ കൈയിട്ട് നമ്മൾ തോളെ കൈയിടുന്നവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണ്. ഫോട്ടോ എടുക്കാൻ വന്നവരൊക്കെ ഇപ്പോ തോളെ കൈയിടും. അതൊക്കെ പറയുന്നതിന് ഒരു മര്യാദ അന്തസ്സും വേണം. ആ അന്തസ്സും മര്യാദ CPM-നില്ല. ഈ യാത്ര 50 കൌൺസിലർമാർ 6 ദിവസം ഒരുമിച്ചുണ്ട്. അപ്പോൾ പാർലമെന്റ് സമ്മേളനം കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ എല്ലാ കേന്ദ്രമന്ത്രിമാരും അവിടെ ഉണ്ട്. അതിൽ പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും, പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും അതോടൊപ്പം തന്നെ ചർച്ചകളുമായിരിക്കും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ യാത്ര മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ജി, ജില്ലാ പ്രസിഡന്റ് കരമന ജയൻചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ ഈ യാത്രയോടൊപ്പം ചേരും. സംസ്ഥാന അധ്യക്ഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തും. തീർച്ചയായിട്ടും ഈ യാത്ര, ഈ 50 കൌൺസിലർമാരുടെയും യാത്ര തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അടുത്ത ലെവലിലുള്ള, ഇപ്പോൾ കോർപ്പറേഷൻ കൌൺസിലർമാരാണ്, എന്നാൽ ഡൽഹിയിൽ പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര. സാങ്കേതിക രംഗത്തുള്ളവരെ അല്ലെങ്കിൽ UDF നേതാക്കന്മാരെ അവരൊക്കെയാണ് മുഖ്യാതിഥികളായിട്ട് ക്ഷണിക്കാറുള്ളത്. ഒരിക്കൽ മാത്രം ശ്രീധരൻ പിള്ളേനെ വിളിച്ചു. കാരണം എന്ന നിലയ്ക്ക് വിളിച്ചതല്ലാതെ BJP എന്ന പാർട്ടിയെ ഒരിക്കലും എളുപ്പം BJPക്ക് കയറാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ അധികം കയറ്റിയിട്ടില്ല. അതാണ് ഞങ്ങൾ NSSൽ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്രമം വെള്ളാപ്പള്ളിയുടെ മനസ്സിലാക്കിയിട്ടാണ് NSS പിന്മാറിയെന്നാണ് അദ്ദേഹം ശ്രീ സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയും. UDF വിപുലീകരിക്കും, അടിത്തറ വികസിപ്പിക്കുക എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത്. അടിത്തറ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞാൻ പറയാം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 3 ജില്ലകളിൽ UDFൻ്റെ മുന്നേറ്റം അടിത്തറ വിപുലീകരിച്ചുകൊണ്ടാണ്. ഘടകകക്ഷികൾ ഇനിയിപ്പോൾ ആരും വരാനുള്ള സമയമൊന്നുമില്ല. കാരണം അടുത്ത മാസം ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. ഘടകകക്ഷികൾ ഇപ്പോഴുള്ള ഘടകകക്ഷികളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. അദ്ദേഹത്തിനെ തിരിച്ചെടുക്കുന്ന ഒരു കാര്യവും പാർട്ടിയുടെ മുമ്പിലില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നതിന് ഇപ്പോൾ പാർട്ടി പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് പോകും. ഇനി ഈ പറയുന്ന സതീശന്റെ കാല് നക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല. ഞാൻ ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. എന്നാ നേരത്തെ അമ്മാവനെ അന്വേഷിക്കും. അമ്മാവനെ മാറി വിളിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും പേര് വിളിക്കല്ലോ, അച്ചോമാവടെ എന്നുള്ളത്. എന്നാ ഇതൊക്കെ വായോ? ആരാണ്? ഷൈൻ ചേട്ടനെ കൊണ്ടുവരാന്ന് ഒരാള് പറഞ്ഞു. വീട്ടിലേക്ക് വരട്ടെ, മോന്റെ വീട്ടിലേക്ക് വരട്ടെ.
പേരെന്താ? മോന്റെ പേരെന്താ? ഷാദുൽ. ഷാദുലിന്റെ വീട് എവിടാ? എന്നെ കൊണ്ടാകാവോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവി. എങ്ങനെയുണ്ട് ജയറാമേട്ടനും? ജയറാമേട്ടൻ എന്താ പറയാ, ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര ഇമോഷണലായി മൂവി കണ്ടപ്പോൾ തന്നെ. അപ്പോൾ എറണാകുളം ജില്ലയിലെ കേരളത്തിലെയും വ്യവസായ മേഖലയിലെ ഒരു പ്രധാന ആവശ്യം അതാണ് ഇപ്പോൾ നാളെ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത്. 1996 പട്ടയ കാലാവധി കഴിഞ്ഞ് 2001 മുതൽ അടഞ്ഞു കിടക്കുന്നതാണ് പെരുമ്പാവൂർ റയോൺസ് കമ്പനി. പെരുമ്പാവൂർ റയോൺസിൻ്റെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പിന്നെ കോടതി മുൻപിലേക്കായിരുന്നു. ഇപ്പോൾ അത് ഗവൺമെൻറ് ഒഫീഷ്യൽ ലിക്വിഡേറ്ററിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് കൈമാറി. 2025 ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തുടർച്ചയായി നടത്തിയിട്ടുള്ള ഫോളോ അപ്പുകളുടെ എല്ലാം ഭാഗമായി 2025 ആ ഭൂമി കിൻഫ്രയ്ക്ക് കൈമാറി. അതോടൊപ്പം തന്നെ അവൻ്റെ വാല്യുവേഷനും കോടതി നിശ്ചയിച്ചത് പ്രകാരമുള്ള തുകയെ അടിസ്ഥാനപ്പെടുത്തി വാല്യുവേഷൻ നിശ്ചയിച്ചിട്ട് സർക്കാർ ഉത്തരവിറങ്ങി. അപ്പോൾ ആ ലാൻഡ് പല ആവശ്യങ്ങളോടെ വന്നിരുന്നു. സ്റ്റേഡിയം, ജനപ്രതിനിധികൾ, MLA ഇവരൊക്കെ സ്റ്റേഡിയം വേണം, മറ്റു കാര്യങ്ങൾ വേണം എന്ന ആവശ്യങ്ങൾ വന്നപ്പോൾ ഗവൺമെൻറ് കൃത്യമായ നിലപാട് പറഞ്ഞു. അതൊരു ഇലക്ട്രോണിക്സ്, പ്രത്യേകിച്ച് ആമ്പല്ലൂർ നമുക്ക് ഇലക്ട്രോണിക്സ് പാർക്കിന് വേണ്ടി നേരത്തെ കണ്ട സ്ഥലം CRSഡിൻ്റെയും രാംസാർ പദ്ധതിയുടെയും ഭാഗമായി നമുക്ക് മറ്റ് നിർമ്മിതികളൊന്നും സാധ്യമല്ല എന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയി. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ക്ലസ്റ്ററാക്കി അവിടെ വികസിപ്പിക്കാനും അതിൻ്റെ ഒരു പാർക്ക് എന്ന നിലയിൽ കിൻഫ്ര മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചത്. IKGS ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് കൊച്ചിയിൽ നടന്ന സന്ദർഭത്തിലാണ് കെയ്ൻസ് ടെക്നോളജീസ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഗുജറാത്തിൽ വലിയ സെമി കണ്ടക്ടർ ഫാക്ടറി സ്ഥാപിക്കുന്ന ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായി കണക്കാക്കുന്നതാണ് കെയ്ൻസ് ടെക്നോളജീസ്. അപ്പോൾ അവർ ഒരു ഫ്ലെക്സിബിൾ PCB യൂണിറ്റ്, അതിൻ്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് മേഖലയ്ക്കകത്ത് ഒരു പുതിയ സംവിധാനം വേണം എന്നുള്ള EOE അവർ ഒപ്പുവയ്ക്കുകയുണ്ടായി. അപ്പോൾ ഈ IKGSൻ്റെ പ്രത്യേകത അതുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ EOEകളും ഞങ്ങളൊന്ന് ക്രമീകരിച്ച് സാധ്യമാകുന്നത്, പെട്ടെന്ന് സാധ്യമാകുന്നത്, സ്ഥലം ഉണ്ടായിട്ടും മറ്റ് അനുമതികൾ ആവശ്യമായി വരുന്നത്, സ്ഥലമില്ലാത്തത്, സ്ഥലമുണ്ടെങ്കിലും കൺവേർഷൻ ആവശ്യമായി വരുന്നത്, ഇങ്ങനെ പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്തിരുന്നു. അതിൽ അതിവേഗത്തിൽ തന്നെ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന പട്ടികയിലൊന്നായിട്ടാണ് കെയ്ൻസിൻ്റെയും കണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 25% EOEകൾ നമ്മളിപ്പോൾ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാളെ വൈകുന്നേരം 5 മണിക്ക് കല്ലിടാൻ പോകുന്ന കെയ്ൻസ് ടെക്നോളജീസ് എന്നുള്ളത്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തിയുടെയും ഒപ്പം തന്നെ വ്യവസായ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെയും ഒരു പ്രതിഫലനമായിട്ടാണ് കാണേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇവർ വന്ന് സ്ഥലം കാണാൻ വന്നു. സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ മരങ്ങളുണ്ട്, പഴയ കെട്ടിടമുണ്ട്. പഴയ കെട്ടിടമാണെങ്കിൽ കുറേ കാലത്തെ